കോൺഗ്രസ് നേതാവ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. എന്നോട് ചോദിക്കാം, ഈവൻ നിങ്ങൾക്ക് എന്റെ സ്റ്റാഫിനെയോ എന്റെ ഓഫീസിനെയോ ഐ ഇൻവൈറ്റ് ഓൾ ഓഫ് യു. എന്റെ ഓഫീസിൽ CCTV ക്യാമറയുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പത്രക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ഐ വിൽ മേക്ക് ഇറ്റ് ഓപ്പൺ ടു യു. ആരെങ്കിലും വന്നിട്ടുണ്ടോ, ഇയാൾ വന്നിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? എന്റെ വീട്ടിൽ CCTV ക്യാമറയുണ്ട്. എനി വൺ ഓഫ് യു. ഇനി പോലീസ് വേണ്ടെന്ന് റിപ്പോർട്ടർ ചാനൽ വരട്ടെ. റിപ്പോർട്ടർ ചാനൽ എന്താണ് കൊടുക്കേണ്ടത്? എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണോ? അതല്ല എന്റെ ഓഫീസിലെ ക്യാമറ അവർക്ക് പരിശോധിക്കണോ? എന്റെ വീട്ടിലെ ക്യാമറ പരിശോധിക്കണോ? എന്ത് വേണമെങ്കിലും പരിശോധിക്കണം. പക്ഷേ ഈ പണി രാഷ്ട്രീയം ചെയ്യേണ്ടത്, രാഷ്ട്രീയം നടത്തേണ്ടത് മാധ്യമത്തിലിരുന്നും ഈ മേലങ്കി ഇത് അയച്ചു വെച്ചിട്ട് അന്തസ്സായിട്ട് തെരുവിലിറങ്ങി പ്രവർത്തിക്കുന്നത്. ഇഫ് യു ഹാവ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് യു ഡു ദാറ്റ്. ഹൂ സ്റ്റോപ്സ് യു? പക്ഷെ ഇതിന് ഈ മാധ്യമ പ്രവർത്തകന്റെ മേലങ്കി അണിഞ്ഞ് എല്ലാ മാധ്യമങ്ങളുടെയും വിശ്വാസ്യത തകർക്കുന്നത് പോലെ എന്തെങ്കിലും താല്പര്യങ്ങളുടെ പേരിൽ ഇതുപോലുള്ള വാർത്തകൾ കൊടുക്കരുത്. ഞാൻ പറഞ്ഞു, നിങ്ങളിത് ചലഞ്ചായിട്ട് എടുത്തോ. മാത്യു കുഴൽനാടൻ അനന്തകൃഷ്ണനുമായിട്ട് തന്നിട്ടുള്ള ഒരു സംഭവമുണ്ട്, അതുകൂടി ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഈ മൂവാറ്റൂരിൽ പങ്കെടുത്തു എന്ന് പറയുന്ന പരിപാടി ഏതാണ്? എന്നെ ഇതിനു മുമ്പ് നമ്മൾ എന്തോ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്തു. ഇതിനു മുമ്പ് കമ്മിറ്റ് ചെയ്ത് 2 പരിപാടിക്ക് എത്താൻ പറ്റിയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനന്തകൃഷ്ണൻ ഉണ്ടാകുന്നതിന് അറിയില്ല. ആ പരിപാടി ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷന്റെ പരിപാടിക്ക് എനിക്ക് എത്താൻ പറ്റിയില്ല, തിരക്കായിരുന്നു, പോകാൻ പറ്റിയില്ല. 3ാമത്തെ പരിപാടിക്കും ഐ ഗോട്ട് ലേറ്റ്. ബൈ ദ ടൈം ഐ റീച്ച്, ഞാൻ ടൗൺ ഹാളിൽ എത്തുമ്പോഴത്തേനും ആ പരിപാടി അവസാനിച്ചു. എന്നാലും ഞാൻ പറഞ്ഞ വന്നു എന്ന് വരവ് വെക്കണം, എന്റെ എല്ലാ ഇതുമുണ്ട്, ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞാൽ പോകും. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് ഇപ്പൊ പറയാനാണെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മൾ കൈലായും ദേശാഭിമാനിക്ക് ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ആ ശിവൻകുട്ടി മിനിസ്റ്ററുടെ പ്രസംഗം എടുത്ത് ഞങ്ങൾക്ക് എന്തുപോലെ പറയാൻ തുടങ്ങി. ഞാൻ ചോദിക്കട്ടെ, ശിവൻകുട്ടി മിനിസ്റ്റർ, റോഷി അഗസ്റ്റിൻ, പ്രതിഭ ഹരി, ഏത് മന്ത്രിമാരും ഏത് MLA മാരും ഇല്ലാത്തത്? ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കും. ഞങ്ങൾക്ക് പറയാൻ ഞങ്ങളൊക്കെ കാണിക്കുന്നതിന്റെ മാന്യതയുടെയും മര്യാദയുടെയും 10% നിങ്ങൾ കാണിക്കുന്നുണ്ടോ? പറയാനാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പേരുകൾ ആരും പറ്റാരും പേര് പറയാത്തത്? നിങ്ങൾ ശിവൻകുട്ടി മിനിസ്റ്ററുടെ പ്രസംഗം നിങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ കേട്ടില്ലേ? നിങ്ങൾക്കൊന്നും തോന്നിയില്ല? നിങ്ങൾ യു ആർ ബീൻ, ഞാൻ സംശയിക്കുന്നു, യു ആർ പെയ്ഡ് ഫോർ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ. അതാണ് നിങ്ങൾ കാണിക്കുന്നത് എല്ലാ അർത്ഥത്തിലും. നിങ്ങൾ ആ കാര്യത്തിൽ ഞാൻ കൈരളി കുറച്ചുകൂടി മാന്യതയുള്ള ചാനലായിട്ട് ഞാൻ കാണാനുണ്ട്. സത്യം, അവരത്ര ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചത്, രൂക്ഷമായുള്ള ചോദ്യങ്ങൾ. അതിന് കുറച്ചുകൂടി ഒരു ഫെയർനെസ് ഉണ്ട്. ദേ ആർ ബൗണ്ട് ടു ആസ്ക് ദാറ്റ്. പക്ഷെ ഇതുപോലെ ഇത്രയും നിലവാരം താണ ഒരു മാധ്യമ പ്രവർത്തനം, അങ്ങൊക്കെ മാധ്യമ രംഗത്ത് വലിയ പ്രചരണം കാര്യങ്ങൾ നടത്തി വലിയ പേരും സമ്പാദിച്ച് നിൽക്കുന്ന ആളാണ്. ഇതാണ് നിങ്ങളുടെ ക്രെഡിബിലിറ്റി, ഇതാണ് നിങ്ങളുടെ ഇന്റഗ്രിറ്റി. എന്തിനാണ് ഇത്രയും? ഒന്നല്ലെങ്കിൽ നല്ല ജോലിയുടെ ജീവിക്കാമല്ലോ, എന്തിനാണ് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് ആളുടെ ഇത് ചെയ്യുന്നു ഇത്രയും മോശമായിട്ട്? ഐ എം സോറി ടു സേ ദാറ്റ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചോദ്യം എന്നോട് ചോദിക്കാം, എന്ത് പരിശോധന നടത്താം. ഇനിയിപ്പോ നിങ്ങൾ ആരെങ്കിലും ഇത് എടുക്കാൻ തയ്യാറാണെങ്കിൽ റിപ്പോർട്ടർ ചാനലിന്, എന്റെ ഓഫീസിൽ എന്റെ സ്റ്റാഫിനോട് ചോദ്യം ചോദിക്കാം, എന്റെ വീട്ടിലൊക്കെ CCTV ക്യാമറ പരിശോധിക്കാം. പക്ഷെ ഈ പണി ഇത് വെരി അൺഫെയർ. ഇത് ചെയ്യരുത്. പക്ഷെ പൊതുസമൂഹത്തിൽ ഇപ്പൊ ഇവർ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നറിയോ? റിപ്പോർട്ടർ ചാനലിന്റെ ഈ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ എഴുതി വന്ന സാധനം ഉണ്ടല്ലോ, ഈ സ്ക്രീൻഷോട്ട്സ് ഈ CPM-ന്റെ സൈബർ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയാണ്. ഇത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല എന്ന് വിചാരിക്കരുത്. പക്ഷെ ഇതുകൊണ്ടൊന്നും അങ്ങനെയൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ തകർക്കാൻ പറ്റത്തില്ല. ബട്ട് യു ആർ ഡൂയിങ് വെരി അൺഎത്തിക്കൽ തിങ്സ് എന്ന് മാത്രം ഞാൻ റിമൈൻഡ് ചെയ്യുന്നു. നിങ്ങളെ കാണുന്ന, നിങ്ങളെ കേൾക്കുന്ന ഇത് ഞാൻ ഐ ആം നോട്ട് ഗോയിങ് ടു ലീവ് ഇറ്റ് ലൈക്ക് ദിസ്, ദാറ്റ് ഫോർ ഷുവർ. ഐ വിൽ ഓൾസോ ലുക്ക് അറ്റ് അതർ ഓപ്ഷൻസ്, ഹൗ ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്. തീർച്ചയായിട്ടും ഞാനത് ഐ എം നോട്ട് ഗോയിങ് ടു ലീവ് ഇറ്റ് ലൈക്ക് ദിസ്. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. I will just send a formal notice. Let me see how they respond. എങ്ങനെ? അല്ല, ശിവകുട്ടിയുടെ കൊടുത്തോ? ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ വിത്തൗട്ട് എനി ബേസ് ഞാൻ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കൊടുത്തില്ല. നിങ്ങൾ യു ലുക്ക് അറ്റ് ദ സീക്വൻസ് ഓഫ് ന്യൂസ്. നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഒരു പൊളിറ്റിക്കൽ ന്യൂസിന്റെയും ലൈൻ ഓഫ് തിങ്കിങ് നോക്ക്. ഇറ്റ്സ് വെരി അപ്പാരന്റ് ആൻഡ് ക്ലിയർ. ഇറ്റ്സ് വെരി അപ്പാരന്റ് വൺ സൈഡഡ്. യു ആർ ആക്ടിംഗ് ഫോർ സംബഡീസ് ഇൻട്രസ്റ്റ്, നോ ഡൗട്ട്. ഞങ്ങൾക്ക് പറയാൻ ഒരു മടിയില്ല. റിപ്പോർട്ടർ ചാനൽ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ മറ്റാർക്കോ വേണ്ടി നിങ്ങൾ പണിയെടുക്കുകയാണ്. ഒരു ന്യൂസിലൊക്കെ ഒരു ഫെയർനെസ് ഇല്ലേ? ഈവൻ വീക്ഷണവും ജയ്ഹിന്ദും ചെയ്യുന്നതിന് പോലും അവരൊരു ഫെയർനെസിന്റെ ഒരു ഔട്ടർ ലൈൻ വരയ്ക്കും. യു ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. ഇത് ആരും മണ്ടന്മാരും പൊട്ടന്മാരും അല്ലല്ലോ. റിപ്പോർട്ടർ ചാനൽ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്?
Whether you are paid or not, I don't know. What interest lead you, I don't know. One of your, നിങ്ങളുടെ ആങ്കർ landed in CPM, right? ഇപ്പൊ പുള്ളി ജില്ലാ കമ്മിറ്റി മെമ്പർ എന്താ പുള്ളി? Now he is in the streets. If someone of you want to go there, go and join. അതല്ല എന്റെ രീതി. രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആരാണ് തടസ്സം നിൽക്കുന്നത്? അങ്ങനെ എന്തിനാണ് ഈ മേലം കഴിഞ്ഞ് ചെയ്യുന്നത്? ബാക്കിയുള്ളവരൊക്കെ ഇല്ല ഇതിന്റെ അകത്ത്. മാധ്യമം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ എത്രയോ പ്രധാനപ്പെട്ട ഒരു സ്പേസുമാണ്. അറ്റ്ലീസ്റ്റ് യു ഷുഡ് റെസ്പെക്ട് ദാറ്റ്. രാഷ്ട്രീയം നടത്തുന്നതിന് ആരും കുഴപ്പമില്ല. ടുമോറോ യു ക്യാൻ ഓൾസോ ജോയിൻ, ബട്ട് ദിസ് ഷുഡ് നോട്ട് ബി ദ വേ. അതേ പറയുന്നു. അടച്ചല്ല ആക്ഷേപിക്കുന്നത്. യു ടെൽ മീ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയണം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയണം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയണം ഈ വാർത്ത. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം പറയണം. അല്ലെങ്കിൽ പറയണം. ഞാൻ ലെറ്റ് മീ സേ. മാധ്യമങ്ങളെ കാണുകയായിരുന്നു കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ. താൻ പ്രതിയിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല, തന്റെ അക്കൗണ്ടുകൾ പരിശോധിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മാത്യു കുഴൽനാടൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയായിരുന്നു. അതേസമയം തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇന്ന് പ്രഖ്യാപിച്ചേക്കും. തട്ടിപ്പിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് സംസ്ഥാന വ്യാപകമായ അന്വേഷണം നടത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന അനന്തുവിനെ ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും. ഇതേസമയത്ത് സായിഗ്രാം ഡയറക്ടറും NGO കോൺഫെഡറേഷൻ ഭാരവാഹിയുമായിരുന്ന അനന്തകുമാറിനെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉടൻ ചോദ്യം ചെയ്തേക്കുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. ഡാനി പോൾ വിവരങ്ങളുമായി ചേർന്നു. ഡാനി, എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുന്നത് അനന്തുവിനെ? ഇന്ന് കോടതിപരമായിട്ട് നടക്കുന്ന നടപടിക്രമങ്ങൾ ഏത് തരത്തിലാണ്? അപർണ, മൂവാറ്റുപുഴ സെഷൻസ് കോടതിയിലാണ് ഹാജരാക്കുന്നത്. ഇതിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ നടത്തിയ ഒരു അന്വേഷണങ്ങൾ, അതിൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തതിനു ശേഷം ഇത്തരം കാര്യങ്ങൾ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ പ്രാഥമികമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ ഈ അനന്തുകൃഷ്ണന്റെ ഫ്ളാറ്റിലും ഓഫീസുകളിലും എത്തിച്ച തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. വളരെ പെട്ടെന്ന് ഈ നടപടിക്രമങ്ങൾ ഇന്നലെ ഉച്ചയോടുകൂടി എത്തിക്കുകയും വൈകുന്നേരത്തിന് മുൻപായിട്ട് പൂർത്തീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു വിശദാംശങ്ങൾ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്യും. ഇതിനുശേഷം കസ്റ്റഡി കാലാവധി, പോലീസ് കസ്റ്റഡിയിലുള്ള കാലാവധി അവസാനിക്കുകയാണ്. ഇനി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകും, റിമാൻഡിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റൊരു സാധ്യത നിലനിൽക്കുന്നത് വിവിധ ഇടങ്ങളിലായിട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറവൂർ പോലീസ് സ്റ്റേഷനിലായാലും അതോടൊപ്പം തന്നെ കണ്ണൂർ, വിവിധ സ്ഥലങ്ങളിലായിട്ട് പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർ നടപടികളിലേക്ക് ഇയാളെ സ്വാഭാവികമായും കസ്റ്റഡി ആവശ്യങ്ങൾക്കെല്ലാം തന്നെ അവർ അപേക്ഷ